ഫ്രണ്ട്സ്, ഞാനിന്നൊരു കുക്കിംഗ് വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറിയാണ്. അപ്പോൾ ഇത് മെയിൻലി അങ്കമാലിയിലെ കല്യാണങ്ങളുടെ തലേന്നത്തെ ദിവസത്തെ ഡിഷാണ്. ഇതും ബീഫ് റോസ്റ്റും, അതാണ് കോമ്പിനേഷൻ. ഇപ്പോൾ ചെറിയൊരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ബീഫ് റോസ്റ്റ് ഇല്ലേ, പകരം മീൻ വറുത്തതുണ്ട്. മീൻ വറുത്തതും ഒക്കെ ആയിട്ടാണ് ഞങ്ങളിന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഡിഷാണിത്. ശരിക്കും മീൻ കറിയേക്കാളും ടേസ്റ്റാണ് അങ്കമാലി മാങ്ങക്കറിക്ക്. ആകെ കൂടി ഒരു പണി തേങ്ങാപ്പാലെടുക്കണം, ചെറിയ ഉള്ളി അരിയണം. ചെറിയ ഉള്ളി അരിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സവാള അരിയാം, പക്ഷെ ചെറിയ ഉള്ളിയാണ് അതിന് ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു കറിയുടെ ടെക്സ്ചർ അങ്കമാലിയിലുള്ള പഴയ ആൾക്കാർ പറയുന്നത് ഉള്ളംകൈയിൽ അത് ഒഴിച്ച് ഉള്ളംകൈയിൽ ഇങ്ങനെ കമഴ്ത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് വീടരുത്, അത്രയും കൺസിസ്റ്റൻസി തിക്കായിരിക്കണം. അത്രയും തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും തന്നെ വളരെ കട്ടിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ജോലി എന്ന് പറയാനായിട്ടുള്ളൂ. അപ്പോൾ നല്ല തിക്കായിട്ട് വേണം തേങ്ങാപ്പാൽ എടുക്കാം. എത്ര തിക്കാവുന്നോ അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മൂന്നാം പാല് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു വെക്കാം, പിന്നെ അത് വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിന് ഒന്നാം പാലും രണ്ടാം പാലും. ഇനിയിപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ മാത്രം ആഡ് ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും കൺസിസ്റ്റൻസി കിട്ടുമെന്ന്. അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വേണമെങ്കിൽ ഒന്നാം പാലിലേക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ തിക്നെസ് കൂട്ടാം. അപ്പോൾ ഒരു മുറിയോളം തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്, ചെറിയ ഉള്ളിയിൽ. അപ്പോൾ സവാള യൂസ് ചെയ്യേണ്ടവർക്ക് സവാള യൂസ് ചെയ്യാം, പക്ഷെ ഉള്ളി ചേർക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ഒരു മീഡിയം ഇതിൽ നിൽക്കാനായിട്ട് പകുതി ഉള്ളി പകുതി സവാള ഉപയോഗിക്കാം. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം തന്നെ ഉപയോഗിക്കാം. ഉള്ളി ഒരു 1/4 കിലോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, 250 ഗ്രാമോളം. പിന്നെ 3 പച്ചമുളക്. ഇത് ഒരുപാട് എരിവുള്ള രീതിയിലുള്ളൊരു കറിയല്ല, മുളക് പൊടി നമ്മൾ വേറെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില മാക്സിമം ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ മീൻചട്ടിയാണ്, അതായത് മൺചട്ടി തന്നെയാണ്. അതിലുണ്ടാക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു മൺചട്ടിയിൽ മാങ്ങ ഒഴികെയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. എല്ലാം കൂടി ആഡ് ചെയ്ത് വെച്ച് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കാം, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഏകദേശം 1 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇങ്ങനെ എടുത്ത് കുറച്ച് വിനാഗിരി ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൈകൊണ്ട് നല്ലവണ്ണം ഞെരടി ഇങ്ങനെ ഉടയ്ക്കുക ജസ്റ്റ്. അപ്പോൾ നല്ല രീതിയിൽ ഞെരടി ഉടച്ചിട്ട് അതിനെ അതിൻ്റെ ഒരു ചിലപ്പോൾ പണ്ടൊക്കെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിലെ അമ്മമാരൊക്കെ ചെയ്യും ഇങ്ങനെ ഒരു സബോള. അപ്പോൾ കൈകൊണ്ട് നല്ലവണ്ണം തിരുമ്പി ഉടയ്ക്കുക. മാങ്ങ എത്ര പുളിയുള്ളതാണെങ്കിലും കുറച്ചൊരു വിനാഗിരി ചേർക്കുക, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ വളരെ കുറവ് ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ മാങ്ങയിലേക്ക് പിന്നീട്. അപ്പോൾ കഷ്ണങ്ങളൊന്നും അധികം ഉടഞ്ഞു പോവില്ല. പിന്നെ ഇപ്പം ഞാൻ രണ്ടാം പാലാണ് ചേർക്കുന്നത്. രണ്ടാം പാലിലാണ് വേവിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം, രണ്ടാം പാല് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വാട്ടലും ഇതാവലൊന്നും ഇല്ല കേട്ടോ, നേരെ ഇത് അടുപ്പത്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം വാട്ടുക അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇത് അടുപ്പത്ത് വയ്ക്കുക. ഇനി അടുത്തത്, പിന്നെ ആ അടുപ്പത്ത് വയ്ക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് മാങ്ങ അരിയാവുന്നതാണ്. മാങ്ങ ചെറുതായിട്ട് അരിയുക. ഏകദേശം അത്യാവശ്യം പുളിയുള്ള മാങ്ങയായിരുന്നു കിട്ടിയിരുന്നത്. തൊലി നമ്മൾ സാധാരണ പോലെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. ഈ ഒരു രീതിയിൽ നീളം കഷ്ണങ്ങളായിട്ട് അരിയുക. പുളി അനുസരിച്ച് ചേർക്കുക. മാങ്ങയുടെ കൂട്ടാൻ അത്യാവശ്യം പുളി വേണം, ഒരു മീൻകറിയുടെ ഒക്കെ ഒരു പുളി വേണം. വിനീഗർ ചേർക്കുന്നത് കൊണ്ട് പുളി കൂടുക അങ്ങനെ ഒന്നുമില്ല. അപ്പം അതനുസരിച്ച് മാങ്ങയുടെ പുളി നോക്കി എടുക്കുക. എന്നിട്ട് ഈ മാങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വിനാഗിരി ഇത് തേച്ച് പിടിപ്പിച്ച് ആ മീൻ തിളയ്ക്കുന്ന വരെ വെക്കുക. മറ്റേ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ ചെറിയ ഉള്ളിയും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്കും കുറച്ച് വിനാഗിരി ചേർക്കണം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതിരിക്കും മാങ്ങയുടെ. വളരെ കുറവ് തന്നെ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കണ്ടറിയാം, ഏകദേശം ഒരു
ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന കറി നല്ല രീതിയിൽ തിളയ്ക്കണം, നല്ല വെട്ടി തിളയ്ക്കണം. ഉള്ളിയൊക്കെ നന്നായി വേവണം. അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ഒഴിച്ചേക്കാളും കുറച്ചും കൂടി തിക്കാവണം. അപ്പോൾ കറി ഏകദേശം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ സവാള ഉള്ളി ഇട്ടിരിക്കുന്നത് ആ ഒരു ട്രാൻലുസൻ ആ ഒരു രീതിയിലാവണം. എന്നിട്ട് മാങ്ങ ചേർക്കുക. പിന്നെ മാങ്ങ വേവാനുള്ളൊരു ടൈം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഒന്നാം പാല് ചേർക്കുന്നില്ല കേട്ടോ. അത്യാവശ്യം കുറേ കഷ്ണങ്ങളായിട്ട് ഒരുപാട് ചാറൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ. ഇനി മാങ്ങ വെന്തു എന്നുള്ളതിൻ്റെ ഉടവ് സാധാരണ നമ്മൾ മീൻകറിയിൽ ചേർക്കുന്ന പോലെ തന്നെ കൈകൊണ്ട് ഉടച്ചു കഴിഞ്ഞാൽ ഉടയണം. ആ രീതിയിലുള്ള വേവാണ് മാങ്ങയ്ക്ക് വേണ്ടത്. കാണാണ്ടല്ലോ അല്ലേ? ഇപ്പൊ നല്ല രീതിയിൽ മാങ്ങയും എല്ലാം വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കുക. ഒന്നാം പാല് ഇപ്പം ആഡ് ചെയ്തു, നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് നോക്കുക എങ്ങനെയുണ്ടാവും എന്നുള്ളത്. കാരണം ഒന്നാം പാൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഉപ്പ് കുറയും. ഉപ്പ് ആഡ് ചെയ്യുക. ഇനി ഇത് താളിച്ച് ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ചെറിയൊരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ സമയത്ത് കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, ഒരു 1/4 ടീസ്പൂൺ ഉലുവ അത്രേ എടുക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് ചെറിയുള്ളി ആഡ് ചെയ്യണം. ചെറിയുള്ളി നന്നായി വാടണം. നമ്മൾ മീൻ ഉള്ളി കാച്ചുന്ന സെയിം പ്രൊസീജിയർ തൃശ്ശൂർ ഭാഗത്തൊക്കെ എങ്ങനെയാണ്. ഉള്ളി അത്യാവശ്യം ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. അതിങ്ങനെ മുകളിലിങ്ങനെ ആ ഒരു ഓയിലിൻ്റെ ലെയർ നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. പിന്നെ ഒരു നുള്ള് ജീരകം പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് എന്ന് പറഞ്ഞാൽ അത്രയും കുറവേ ചേർക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഫ്ലേവർ അധികം അറിയില്ല, പക്ഷെ അതൊരു പ്രത്യേക മണവും രുചിയൊക്കെയാണ് അത് ചേർക്കുമ്പോൾ. അത് നല്ല നമ്മുടെ കറി ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഈ ഉള്ളി തളിച്ച് ചേർക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ചോറിൻ്റെ ഒപ്പം ശരിക്കും ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. ഒരു എവിടെ നിന്നൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പുളിയും ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ആയിട്ട് അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയായി പിന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.